പക്ഷേ എന്നാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പേഴ്സണൽ പ്രോബ്ലം പോലെ തന്നെയാണ് അയാളുടെ ബിസിനസ്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പണം വേണം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞ പോലെ, പക്ഷെ പണം കൊണ്ട് എല്ലാം ആവില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ടീമാണ്. അപ്പോൾ ടീമിൻ്റെ മാനസിക ആരോഗ്യം വളരെ ഉത്തമമാണ് അതിൽ. ഒരാൾക്ക് ബിസിനസ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം അത് നമുക്ക് നോക്കി പറയാൻ പറ്റില്ലേ? അങ്ങനെ ഒരു സമയം ഇല്ല എന്നാണ് എൻ്റെ വാദം. മനസ്സിലുള്ള ആഗ്രഹമാണ് നമ്മുടെ ഏറ്റവും നല്ല സമയം. ഈ 3 കാര്യങ്ങളും കൂടെ പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആകുമ്പോൾ നമ്മുടെ ബിസിനസ് വളരെ നല്ല രീതിയിലേക്ക് സെറ്റായി വരും. ഈ നെഗറ്റീവ് എനർജി ഞാൻ പറയും 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എനർജി നാച്ചുറൽ ആയിട്ട് വരുന്നത്. ഇപ്പോൾ കാറ്റും വെളിച്ചവും കറക്റ്റായിട്ട് കയറി വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ വാസ്തു പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത് നമ്മൾ കൊണ്ടിടുന്ന നെഗറ്റീവാണ്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജിസ്റ്റും വേദിക് ലൈഫ് കോച്ചുമായ ശ്രീ മനീഷ് വാര്യർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. സർ, നമസ്കാരം. നമസ്കാരം. ബിസിനസ് ആസ്ട്രോളജി അധികമൊന്നും കേട്ടിട്ടില്ലാത്തൊരു ടേമാണ്. ബിസിനസ്സിൽ ആസ്ട്രോളജിയുടെ സ്ഥാനം എന്താ? അപ്പം നമുക്ക് എല്ലാ മേഖലയിലും അസ്ട്രോളജി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് സാധാരണ കോമൺ ആയിട്ട് നമ്മൾ അസ്ട്രോളജി ഉപയോഗിക്കുന്നത്. പക്ഷേ എന്നാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പേഴ്സണൽ പ്രോബ്ലം പോലെ തന്നെയാണ് അയാളുടെ ബിസിനസ്. ബിസിനസ്സുകാർക്ക് അവരുടെ ഒരു കുടുംബം തന്നെയാണ് ബിസിനസ്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഗതി എന്താണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഏതെല്ലാം തരത്തിൽ നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കാം എന്നുള്ളത് നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ജാതകത്തിലൂടെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നാവസ്ഥയിലൂടെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ സാധാരണ ജ്യോതിഷം പോലെ നമ്മുടെ കവടിയൊക്കെ സാധാരണ ജ്യോതിഷം പോലെയല്ല. കവടി പ്രശ്നമായിട്ട് നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ അവിടെ വെച്ചുള്ള അതിൽ ബിസിനസ് അസ്ട്രോളജിയിൽ 2-3 കാര്യങ്ങൾ വരും. ഒന്ന് ഓഫീസിന്റെ സ്പേസ് എനർജി വരും. അതിൽ കുറച്ച് വാസ്തുവും കൂടെ കൂട്ടി വേണം നമ്മൾ പറയാനായിട്ട്. അപ്പോൾ ആ ഓഫീസിന്റെ സ്പേസിലുള്ള ആൾക്കാരുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഉണ്ടാകാവുന്ന പേഴ്സണൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർ സ്റ്റാഫുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസും എല്ലാം ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഈ ബിസിനസ് അസ്ട്രോളജിയിലൂടെ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഓഫീസ് സ്പേസ്, ഒരു ബിസിനസ്സിൻ്റെ ഓഫീസ് സ്പേസ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ആളുകളുടെ എനർജി ഇത് ബേസ് ചെയ്തിട്ടാണോ ഈ ബിസിനസ് ഗ്രോത്ത് വരിക? അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നമുക്കിപ്പം ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പണം വേണം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞ പോലെ, പക്ഷെ പണം കൊണ്ട് എല്ലാം ആവില്ല. അതിൻ്റെ നമുക്ക് സ്കില്ല് വേണം, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല ടീമുകൾ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ് സക്സസ് ആവുള്ളൂ. എന്ന് പറയുന്ന പോലെ ഈ സ്പേസ് എനർജിയും അവിടെയുള്ള സ്റ്റാഫുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ അവരുടെ എനർജീസും ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുള്ള കുറച്ച് ഘടകങ്ങൾ മാത്രമാണ്. അപ്പോൾ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾക്ക് ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ടീമാണ്. അപ്പോൾ ടീമിൻ്റെ മാനസിക ആരോഗ്യം വളരെ ഉത്തമമാണ് അതിൽ. നമുക്ക് എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ അസ്ട്രോളജി. പക്ഷേ ഇവിടെ നമ്മൾ ഓരോരുത്തരുടെ ഗ്രഹസ്ഥിതി നോക്കിയിട്ട് ചെയ്യാം, അവരുടെ എനർജി നോക്കിയിട്ട് ചെയ്യാം. അതുകൂടാതെ അതിൻ്റെ അവിടെയുള്ള സ്പേസ് എനർജീസും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു വരുമ്പോഴാണ് നമുക്ക് ചിലർ പറയില്ലേ, എനിക്ക് നല്ല സ്റ്റാഫിനെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ബിസിനസ് സക്സസ് ആയത്. നമ്മുടെ കുടുംബം പോലെ തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ള ആ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് അസ്ട്രോളജി ഉപയോഗിക്കാൻ പറ്റും. ബിസിനസ്സിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? അത് നമ്മുടെ ക്യാരക്ടറാണ്. അത് നമ്മളിപ്പോൾ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുടെ ആ സമയത്തെ ദശാകാലങ്ങൾ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ശരിയാകുമോ അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ തെറ്റുപറ്റുന്ന ഒരു കാലമാണെങ്കിൽ അവർ ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റൊരു എക്സ്പേർട്ടിനോട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെക്കുന്നത് നല്ലതാണ്. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ തുടങ്ങുന്ന ആളുടെ, അതായത് അതിൻ്റെ
ഓണറായിട്ടുള്ള ഒരാളുടെ മാത്രം ചിന്താഗതിയെ ബേസ് ചെയ്തിട്ടാണ് വരിക. അതിനുശേഷമാണല്ലോ ടീം വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് പോകാൻ പറ്റുന്ന ആ കാലമാണോ, അല്ലെങ്കിൽ അത് ചെയ്താൽ ഞാൻ സക്സസ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം അത് നമുക്ക് നോക്കി പറയാൻ പറ്റില്ലേ? അങ്ങനെ ഒരു സമയം ഇല്ല എന്നാണ് എൻ്റെ വാദം. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് നമ്മുടെ ഏറ്റവും നല്ല സമയം. പിന്നെ അതിലേക്കുള്ള ഒരു ഇച്ഛാശക്തിയാണ്. അപ്പോൾ ഈ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് സമയത്തെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ജാതകത്തിലെ ദശാകാലങ്ങളിൽ വരുന്ന പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ പ്രഷറുകൾ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള കാലം ചിലപ്പോൾ ഒത്തുവരണമെന്നില്ല. നമ്മൾ ആഗ്രഹം സ്ട്രോങ് ആക്കി, അപ്പോൾ നമ്മൾ ആ കാലം അനുകൂലമാകുന്ന വരെ ഒന്നുകിൽ കാത്തിരിക്കണം, അല്ലെങ്കിൽ ആ കാലം അനുകൂലമാക്കാൻ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ നടത്തേണ്ടതാണ്. അതുപോലെ ഒരു പങ്കാളിത്ത ബിസിനസ്, ഒരു പാർട്ട്ണറൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? അതുണ്ട്. 2 പാർട്ട്നേഴ്സും തമ്മിൽ ആദ്യം എല്ലാവരും തമ്മിൽ ഭയങ്കര ഈ വിവാഹ ജീവിതം പോലെയാണ്. തുടക്കത്തിലെല്ലാം നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ബിസിനസ് സക്സസ് ആയി ധനം വന്നു തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് അവരുടെ തമ്മിലുള്ള ആ എനർജി അലൈൻമെൻറ്റിലൂടെയും അവരുടെ ജാതകത്തിലൂടെയും നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈ ഇപ്പോൾ ബിസിനസ് ആസ്ട്രോളജി, ഈ ബിസിനസ് ആസ്ട്രോളജിയിൽ നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും ഉൾപ്പെട്ടിട്ടിരിക്കുന്നത്? നമുക്ക് ബിസിനസ് ആസ്ട്രോളജി പറയുമ്പോൾ ശരിക്കും വരുന്നത് 3 ഘടകങ്ങളാണ്. ഒന്ന്, നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ആ സ്ഥലത്തിൻ്റെ എനർജി അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, അതിൽ നമ്മൾ വാസ്തു ആയിട്ട് കണക്ട് ചെയ്ത് പറയണം. പിന്നെ രണ്ടാമത് നമ്മുടെ ആ തുടങ്ങുന്ന ആളുടെ ഒരു ഓറ. പിന്നെ അതിനുശേഷമാണ് മൂന്നാമതാണ് നമുക്ക് സ്റ്റാഫ് വരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആകുമ്പോൾ നമ്മുടെ ബിസിനസ് വളരെ നല്ല രീതിയിലേക്ക് സെറ്റായി വരും. അപ്പോൾ ഇത് 3ഉം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അതിൽ നമുക്ക് ആസ്ട്രോളജി ആയിട്ട് നമുക്ക് ഇപ്പോൾ സ്റ്റാഫ് സെലക്ട് ചെയ്യുന്ന സമയം മുതൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ എങ്ങനെയൊക്കെ, ഏതൊക്കെ മേഖലകളിൽ, ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇത് ആസ്ട്രോളജി നമുക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. ഇത് എങ്ങനെയൊക്കെ, അതായത് റണ്ണിങ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? നമ്മളിപ്പോൾ കറണ്ടായിട്ട് റൺ ചെയ്യുമ്പോൾ ആ സ്ഥലത്തിൻ്റെ നമുക്ക് അവിടുത്തെ എനർജി നോക്കാം. സ്പേസ് എനർജി, ഇപ്പോൾ ഓഫീസ് ആയിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, അവിടെ ഏതെല്ലാം രീതിയിലാണ് എനർജി ഉള്ളത്, നെഗറ്റീവ് എനർജി ഉണ്ടോ പോസിറ്റീവ് എനർജി ഉണ്ടോ നോക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഓറ, അവർ എങ്ങനെയാണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവർക്ക് പിന്നെ അതുകൂടാതെ അവർക്ക് പേഴ്സണൽ ചലഞ്ചസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ കറണ്ട് റണ്ണിങ് ആയിട്ടുള്ള സ്ഥാപനത്തെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാഫുകൾ തമ്മിൽ ഇന്റേണൽ ക്ലാഷ് ഇല്ല എങ്കിൽ അവിടെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഇന്റേണൽ ക്ലാഷ് ഉണ്ടെങ്കിൽ പല സ്ഥലത്തും ഡിലേസ് വരാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാം. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കൺസ്ട്രക്ഷൻ തൊഴിലാളികളും തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാവണമെങ്കിൽ കൺസ്ട്രക്ഷൻ ഡിലേ ആവും. നിർമ്മാണ താഴെയുള്ള ജോലിക്കാർ ഈ മോളിൽ നിന്ന് വരുന്ന മെസ്സേജ് പ്രോപ്പറായിട്ട് കേൾക്കില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻസ് അവിടെ നല്ല ആൾക്കാരെ വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണ്. അതിൻ്റെ മാനേജേഴ്സ് പ്രശ്നമായാലും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അവിടെ ആസ്ട്രോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാം, പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞു, ഒരു വർക്ക് സ്പേസിൽ ജോലി സ്ഥലത്തെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ അത് പലപ്പോഴും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, ഇപ്പം അതിൻ്റെ മുതലാളിക്കാണെങ്കിലും ബിസിനസ്സിൻ്റെ ഓണർക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാവാറുണ്ട്. ഇതെങ്ങനെ മാനേജ് ചെയ്യും? ഈ നെഗറ്റീവ് എനർജി ഞാൻ പറയും 2 തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എനർജി നാച്ചുറലായിട്ട് വരുന്നത്. ഇപ്പം നാച്ചുറലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പഞ്ചഭൂതങ്ങളുടെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, കാറ്റിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള നെഗറ്റീവ്സ് മുഴുവൻ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ സ്പേസിൽ നമ്മൾ കൊണ്ടിടുന്ന പല വസ്തുക്കളുടെ മൂലം നമുക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ആ ടീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ആ നെഗറ്റീവ് എനർജിയെ ക്ലെൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും പറ്റുന്നത് എന്താ വെച്ചാൽ, ഈ നമ്മൾ കൊണ്ടിട്ട സംഗതി എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് മറവിയുണ്ട്.
അതെ. അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒബ്ജക്റ്റ് നമുക്ക് യൂസ്ഡ് ആവും. ഉം. ഇപ്പം നമ്മൾ വഴിയിൽ ഒരു വാട്ടർ ടാങ്ക് കൊണ്ട് വെച്ചു. വച്ചപ്പോൾ അന്നേരത്തെ സൗകര്യത്തിന് അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ അതൊക്കെ നമുക്ക് യൂസ്ഡ് ആവും. പക്ഷേ ആക്ച്വലി അത് നമുക്ക് വഴി മുടക്കിയാണ്. ഉം. അത് മാറ്റാൻ പറ്റൂല. ഉം. പിന്നെ നമ്മളത് യൂസ്ഡ് ആയതുകൊണ്ട് ആരും അത് മാറ്റത്തില്ല. ഉം. ഉം. പക്ഷെ അത് നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. എന്നതുപോലെ നമ്മൾ ചെയ്തു വയ്ക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് നെഗറ്റീവായിട്ട് പിന്നെ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കടന്ന് ചിന്തിച്ച് ചെയ്യുക എന്നാണ് അതിൽ പറയേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ്സിനെയും നമുക്ക് എനർജി വഴി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് സ്പേസിൽ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതായത് ചിലർക്ക് കൂടുതൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ചിലർക്ക് കൂടുതൽ പോസിറ്റിവിറ്റി, ഇത് രണ്ടും വേണമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ള ഒരാൾ, അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആളുകളുള്ള സ്ഥലത്ത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് പേഴ്സണൽ പ്രോബ്ലംസ് അവരെ കുടുംബത്തിലുണ്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവവുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായാൽ അവരെ ആ മേഖലകളിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചിലരോടൊരു കാര്യം പറയുമ്പോൾ അവരതിനെ ഓവറായിട്ട് എടുത്തിട്ട് കണ്ടമാനം നമ്മളോട് സംസാരിക്കും, ചെയ്യൂല. നമ്മൾ വിചാരിക്കും അവർ ചെയ്തു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലായാൽ അവൻ്റെ വാക്ക് കേട്ടിട്ട് നമുക്ക് അതിനൊരു ബാക്കപ്പ് വയ്ക്കാം, വേറെ ആളെ ഏൽപ്പിക്കാം. അവൻ ചെയ്തില്ലെങ്കിൽ സാരമില്ല, അടുത്തവൻ ചെയ്യും. പക്ഷെ അവനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവനെ അവിടെ വയ്ക്കണം. അപ്പോൾ ആ ആളെ അവിടെ നിർത്തിക്കൊണ്ട് അടുത്ത ആളെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ആണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ആ നെഗറ്റീവ് ഉള്ളവർ ഒന്നുകിൽ അവനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് ചെയ്യുക എന്ന രീതിയിൽ ചിന്തിക്കാം. അപ്പോൾ അത് അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വ്യക്തികളുടെ കാര്യമാണ് സംസാരിച്ചത്. ഇപ്പോൾ ഒരു ഓഫീസ് സ്പേസിൽ അല്ലാതെ ഉള്ള എനർജികളുണ്ടല്ലോ, എക്സ്റ്റേണൽ എനർജീസ്. ഇപ്പോൾ വാസ്തുവിന്റെ ദോഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള. ഞാൻ വാസ്തുദോഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ക്രിയേറ്റഡ് ആയിട്ടാണ് നമ്മൾ സ്പേസിൽ. ഇപ്പോൾ കാറ്റും വെളിച്ചവും കറക്റ്റായിട്ട് കയറി വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ വാസ്തു പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത് നമ്മൾ കൊണ്ടിടുന്ന നെഗറ്റീവാണ് ഈ അലൈൻമെൻ്റൽ. അത് നമ്മൾ ഓഫീസ് ഡിസൈൻ ചെയ്യുമ്പോഴും അതിൽ ഈ അലൈൻമെൻറ്റ് ശരിയല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് ഉണ്ടാകും. അപ്പോൾ ആ അലൈൻമെൻറ്റ് നോക്കിയിട്ട് വേണം നമ്മളവിടെ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ മെയിനായിട്ട് എയർ വെളിച്ചം, ലൈറ്റിൻ്റെയും എയറിൻ്റെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാസ്തുവിനെ ഓഫീസിൽ പറയുക. പിന്നെ മറ്റുള്ളവർ നമുക്ക് തരുന്ന നെഗറ്റീവ് എനർജിയാണ് പുറത്തുനിന്ന് നമുക്ക് വയ്ക്കുക, അത് വേറെ റീസൺസ് ആണ്.